സോറിയാസിസ് എന്ന് പറഞ്ഞാൽ പൊറുക്കാത്ത ചൊറി എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ മലയാളം വാചകം. അപ്പോൾ പൊറുക്കാത്ത ചൊറിയ വൈദ്യുതി ഇതൊന്ന് പൊറുപ്പിക്കാമെന്ന് ചോദിക്കരുത്, അത് ചോദിക്കരുത്. ഫസ്റ്റ് രക്തവാദം, രക്തദൂഷം 3722 ചൊറിയാണ് ഇതുവരെ ഉള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനും ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ട് ഒരു രോഗത്തെപ്പറ്റി ആരും പഠിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു രോഗത്തെപ്പറ്റി ആരും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ആർക്കും ഒരു രോഗത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനം അതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം 24 മണിക്കൂർ കൊണ്ട് മലം വൃത്തിയായിട്ട് പുറത്തു പോകാമെങ്കിൽ അവൻ ഒരു സോറിയാസിസും ഉണ്ടാവില്ല. രണ്ടാമത്, മത്തിക്കറിയുടെ പുറത്ത് തൈര് കറി, മോരുകറിയും പാലുൽപ്പന്നങ്ങളും നോൺ വെജിൻ്റെ കൂടെ കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ. ഒരുത്തിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 41 ദിവസം അവന് മോരുകറിയും മത്തിക്കറിയോ അല്ലെ അയിലക്കറിയും കൂടെ കൂട്ടി അങ്ങോട്ട് കുടിപ്പിച്ചാൽ മതി. അവനുണ്ടാകുന്ന ചൊറി അടുത്ത തലമുറയ്ക്ക് വരെ ഉണ്ടായിരിക്കും. അതാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനം. 2, ഈ കഴിക്കുന്ന ആഹാരം മലമായിട്ട് പുറത്തു പോകുമ്പോൾ വൻകുടൽ ആണ് വെള്ളം വലിച്ചെടുക്കുന്നത്. മലം പോയില്ലെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് 3 പീസായിട്ട് പോകുന്നതെന്ന് വെച്ചോളൂ. മലം 2 എണ്ണം പുറത്തു പോകും, 1 എണ്ണം അവിടെ ഇരിക്കും. അതിനകത്ത് നിന്ന് വീണ്ടും ആ വെള്ളം വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം മലം ശുഷ്കിക്കുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ടോക്സിൻ കൂടെ അങ്ങ് മേളിൽ വലിച്ചു കയറ്റും. ഈ ടോക്സിൻ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ സംവിധാനം ഇല്ല. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കുഴിനകം ഉണ്ടാകുന്നത്. ഈ ടോക്സിനാണ്. ഒരു കാരണവശാലും കുഴിനകം വരുമ്പോൾ അത് കരിക്കാൻ പാടില്ല, ഉണക്കരുത്. അതിന് പണ്ടത്തെ ആൾക്കാർ ചെയ്തത് ഇച്ചിരി മൈലാഞ്ചി ഇല അരച്ച് അത് കെട്ടിയിട്ട് നാരങ്ങ തുരന്ന് അതിനകത്ത് വെച്ച് കൊടുക്കരുത്. അവിടെ പഴിപ്പിച്ചിട്ട് ഉള്ളതിനെ മൊത്തം എടുത്ത് കളയുക ചെയ്തത്. അങ്ങനെയാണ് പണ്ടവൻ ചെയ്തത്. ഈ ചൊറിച്ചിലെല്ലാം വരുമ്പോൾ അകത്ത് മരുന്ന് കൊടുത്ത് പുറത്തി തള്ളണം. ഒരു കാരണവശാലും പിന്നെ പേസ്റ്റുകളോ അല്ലെങ്കിൽ ക്രീമുകളോ പരട്ടി ഉണക്കരുത്. അവൻ അകത്തോട്ട് കയറി അമുങ്ങാണ്. ഇവൻ പൊട്ടി എല്ലാം കൂടെ പുറത്തു വരും. കുറച്ച് നാൾ ഇങ്ങനെ തേച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ആൻറ്റിബയോട്ടിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അലർജികളുള്ളവനാണെങ്കിൽ പറയുകയും വേണ്ട. തുമ്മൽ, മൂക്കടപ്പ്, ജലദോഷങ്ങളുള്ളവനാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ആദ്യം അവന് വേണ്ടുന്ന കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മാറ്റണം, ശോധന ശരിയാക്കണം. ഇത് രണ്ടും ചെയ്തിട്ട് അവന് ഇഷ്ടം പോലെ വെറും കരളുവേഗത്തിൻ്റെ ഇല ഒരു 10 ml വെച്ച് നീര് കുടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ചെറു നെല്ലിക്കാൻ മുഴുപ്പിൽ അരച്ച് ഡെയിലി കുടിച്ചാൽ ഈ ടോക്സിൻ മാറും. കരളുവേഗം, ഉറിതൂക്കി, ഗരുഡക്കൊടി, ഈശ്വരമുല്ല എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം ഒന്ന്. പിന്നെ കൂടുതൽ വിഷങ്ങൾ ശരീരത്തുണ്ടെങ്കിൽ നല്ലോണം വയറിളക്കി വിടുക. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുണ്ട്. പക്ഷെ എന്ത് മരുന്ന് ആയുർവേദത്തിൽ കഴിക്കണമെങ്കിലും ശോധന ശരിയാക്കി അകത്തേക്ക് കടക്കുന്ന വിഷത്തിനെ ആദ്യം നിർത്തണം. അപ്പോൾ സോറിയാസിന് ചികിത്സിക്കണമെങ്കിൽ അവൻ വെജിറ്റേറിയൻ ആയിരിക്കണം. 2, വിഷങ്ങളടിക്കാത്ത അരിയും പച്ചക്കറിയും അല്ലാതെ വേറൊരു സാധനവും തിന്നാതിരിക്കുക. മഞ്ഞൾ സ്ഥിരമായിട്ട് ആഹാരത്തിൽ പെടുത്തുക. അത് മഞ്ഞളായിരിക്കണം, അവനവൻ്റെ അവിടുത്തെ കൃഷി ചെയ്തതായിരിക്കണം. മഹാമഞ്ചിഷ്ടാദി കഷായം ഉഗ്രസാനാണ് ഇതിന്. അവനവൻ ഉണ്ടാക്കി കഴിക്കണം. കടയിൽ നിന്ന് മേടിച്ചിട്ട് പറയാനില്ല. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇല്ല പ്രിസർവേറ്റീവ്, അത് വിഷമാണ്. വീണ്ടും വിഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.